പ്ലാങ് പ്ലാങ് പ്ലാങ്. മോനുണ്ണി നീ വന്നാ? എന്റെ പൊന്നുമോൻ ആകെ ക്ഷീണിച്ചു പോയല്ലേ. അയ്യോ മുടിയൊക്കെ പോയി. എന്തുവാടെ ഇത്? നെറ്റിലൊരു ടർബിനുള്ള സ്ഥലം ഉണ്ടല്ലേ? ദുബായിലെ വെള്ളമല്ലേ അമ്മ. ഏട്ടൻ ഇത് പോന്ന്. എന്താടി ഏട്ടനെ കണ്ട് ഷോക്കായോ? ഞാൻ ഇന്നും കൂടെ ഏട്ടനെ പറ്റി ചിന്തിച്ചതേ ഉള്ളൂ. ചിന്ത മത് കരോ ബേട്ടി. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഈ ഒരു പെട്ടി മാത്രം കൊണ്ടുവന്നുള്ള അങ്ങോട്ട് വഴി കയറി നിന്നോളൂ. അച്ഛനെന്താ മരോട്ടിക്ക് തിന്ന മരം കൊത്തിയെ പോലെ? ഞാൻ വന്നു അച്ഛാ. സുഖം തന്നെ അല്ലേ? പിന്നെ ഭയങ്കര സുഖം. അച്ഛനെ പറ്റി പറയാൻ അറബിക്ക് നേരെ ഉള്ളൂ. തന്നെ എന്തൊക്കെയാ പറയാറ്? അറബി എപ്പോഴും പറയും എന്ന് വെച്ചാ അത് ഞാൻ ജോലിയുടെ ഇടയിൽ ഇങ്ങനെ റീൽസ് ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടോണ്ട് വരുന്ന അറബി എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇത് നിന്റെ അച്ഛൻ്റെ കമ്പനി അല്ല, വീഡിയോ കാണാൻ വേണ്ടി നിനക്ക് നിന്റെ അച്ഛനല്ല ശമ്പളം തരണമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ തിരക്കും. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. നിന്റെ അറബി എന്നെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ഇവിടെ കൃത്യം അറിയുന്നുണ്ട്. ഓ പറഞ്ഞു നാവിടത്തില്ല. ദേ അറബി വിളിക്കണം. വാലൈക്കും സലാം, അമറുല്ലാദി കുൽത്തുവാന, ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർ ജിബ്ലാനി, മാഫിയ ഫെച്ചാച്ചി, അല്ല മാഫിയ ബുസ്കിൽ വസീം. എന്താ ഹലോ അണ്ണാ, എന്തരായി? ഓ ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞു തുടങ്ങിയില്ല. മിക്കവാറും ആ വേണ്ടി തന്നെ തിരിച്ചു വേണ്ടി വരും. തൽക്കാലം നീ ഫോൺ വെച്ചാണ്. വച്ചാണ് അൽക്കൊയ്ത താലിബാൻ മലക്കോട്ട വാലിബാൻ. ശുക്രാൻ പരതരം മദർ പ്രശ്നവും ഭംഗിയിലും. പിന്നെ അറബി സംസാരിക്കാതെ അറബിയൊക്കെ ഊമ എന്നാണ് നിന്റെ വിചാരം? അതല്ല ഏട്ടൻ അറബി സംസാരിക്കുന്നു. നീ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ? അത് ഞാൻ ദുബായിൽ ആക്രി പറക്കാനല്ലല്ലോ പോയത്. അതല്ല, മറ്റേ ബോട്ടിലല്ലേ? ബോട്ടിൽ. ഓ മറ്റേ കുപ്പി. മളു ആ ബാഗിൽ നിന്ന് 2 കുപ്പി എടുത്ത് കൊടുത്തേ. ഇത് ചേട്ടൻ പണ്ട് ഇവിടെ അച്ചാർ കൊണ്ടുപോയ ബോട്ടിലല്ലേ? എനിക്കെന്തിനീ ഈ ബോട്ടിൽ? അച്ഛന് വല്ല ബോട്ടിലായിട്ടും ചെയ്യാലോ. മോൻ ഇനി എപ്പോഴും തിരിച്ചു പോണ്? ആക്ച്വലി ഞാൻ ഇനി ഗൾഫിലോട്ട് തിരിച്ചു പോണില്ല. അതെന്ത്? ആക്ച്വലി നാട്ടിൽ കടം കയറി നിൽക്കക്കള്ളിയില്ലാതായപ്പോഴല്ലോ ഞാൻ ഗൾഫിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ഇരട്ടി കടമായി. അങ്ങനെ അറബി അവിടെ നിന്ന് കയറ്റി ഇങ്ങോട്ട് വിട്ട്. ഇനി ഇവിടെ നിന്ന് ജോലി ചെയ്തിട്ട് അവിടുത്തെ കടം തീർക്കണമെന്നാണ് അറബി പറഞ്ഞിരിക്കുന്നത്. സാധാരണ തിരിച്ചല്ലേ? ഗൾഫിൽ ജോലി ചെയ്തല്ലേ നാട്ടിലെ കടം തീർക്കുന്നത്. എക്സെപ്ഷണൽ കേസൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ എന്താ ഇനി ചേട്ടന്റെ ഫ്യൂച്ചർ പ്ലാൻ? തൽക്കാലം വേറൊന്നുമില്ല, നല്ല വെള്ളത്തിലൊന്ന് കുളിക്കണം. ദുബായിൽ നല്ല വെള്ളമില്ലല്ലോ, ഡീസലല്ലേ ഡീസൽ. അവിടെ കുളിച്ച് എന്നെ മുടി വരെ പറഞ്ഞു പോയി. മുടിയല്ലേ ചുമ നട്ട് പിടിപ്പിക്കണം. അതിനിത് മുടിയാണ്, ചെടിയല്ല നട്ട് പിടിപ്പിക്കാൻ. പോസിബിൾ ആണ് ഗേറ്റ് വേ ഹെയർ ഫിക്സിംഗ് ഉണ്ടെങ്കിൽ. ഹെയർ ഫിക്സിംഗ് രംഗത്ത് 30 വർഷത്തെ പരിചയ സമ്പന്നതയാണ് ഗേറ്റ് വേ ഹെയർ ഫിക്സിംഗിനുള്ളത്. സർജറി ഇല്ലാതെ വേദന ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ആർട്ടിഫിഷ്യൽ സ്കിൻ ക്രാഫ്റ്റിംഗ് മെത്തേഡ് വഴിയാണ് ഹെയർ ഫിക്സ് ചെയ്യുന്നത്. ഇത് എത്ര വലിച്ച് പറിച്ച് കുളിച്ച് നനച്ചാലും പറഞ്ഞു പോവില്ല. ഒറിജിനൽ ഹെയറിന് മാച്ച് ചെയ്തിട്ടുള്ള ഹെയർ തന്നെയാണ് ഫിക്സ് ചെയ്യണം. ഇനി കളർഡ് ഹെയർ വേണമെങ്കിൽ അതും സെറ്റ് ചെയ്ത് തരും. നെറ്റ് കയറിയവർക്ക് തലയിൽ സർജറി കഴിഞ്ഞ് മുടി വരില്ല എന്നുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. 100% ഗ്യാരണ്ടിയുള്ള ഹെയർ ഫിക്സിംഗ് ആണ് ഗേറ്റ് വേ ഹെയർ ഫിക്സിംഗ് ചെയ്യുന്നത്. ഇവർക്ക് കേരളത്തിലുടനീളവും കേരളത്തിന് പുറത്തും ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ട്രിവാൻഡ്രത്തെ ലൊക്കേഷൻ വരുന്നത് കേശവദാസുപുരം നന്ദിലം ജി മാർട്ടിന് സമീപം.